സ്ക്രീൻ അറ്റ്മോസ് സ്വാഗതം ചെയ്യുന്നു. കേരളത്തിൽ എവിടെയെങ്കിലും ആരുടെയെങ്കിലും കയ്യിൽ സിനിമയ്ക്ക് പറ്റിയ കലാപരമായോ സാമ്പത്തികമായോ വിജയസാധ്യതയുള്ള ഒരു കഥ ഉണ്ടെന്നറിഞ്ഞാൽ ആ കഥ തേടിപ്പിടിക്കാനും സിനിമയാക്കാനും നമ്മുടെ മെഗാസ്റ്റാറിന് ഒരല്പം മിടുക്ക് മറ്റാരേക്കാൾ കൂടും എന്നൊരു ധാരണ പൊതുവെ മലയാള സിനിമ സമൂഹത്തിനുണ്ട്. മമ്മൂട്ടി കമ്പനി എന്ന പ്രൊഡക്ഷൻ ഹൗസിൻ്റെ ഉദയത്തോടെ അതിലൂടെ എത്തിയ കലാപരമായും സാമ്പത്തികമായും വിജയം കഴിച്ച സിനിമകളിലൂടെ ആ ഒരു ധാരണ അല്പം ബലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഒരു കഥ കേട്ട് കഴിഞ്ഞാൽ അത് കലാപരമായിട്ടോ സാമ്പത്തികമായിട്ടോ സിനിമയ്ക്ക് ഗുണകരമാകുന്നതാണോ എന്ന ആഴത്തിലും പരപ്പിലും ചിന്തിക്കാനും അതിനെ കൃത്യമായി ഇംപ്ലിമെൻ്റ് ചെയ്ത് നല്ലൊരു സിനിമയാക്കി മാറ്റാനും അദ്ദേഹത്തിന് മറ്റാരേക്കാൾ ഒരു മിടുക്ക് കൂടുമെന്നുള്ളത് കൃത്യമായും സത്യമാണ്. പക്ഷേ ചില കാര്യങ്ങളിൽ നമുക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട്. ഈ ഒരു മാജിക് സെൻസ് അദ്ദേഹത്തിന് മമ്മൂട്ടി കമ്പനി പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ടായപ്പോൾ മാത്രം വീണ് കിട്ടിയ ഒരു കഴിവൊന്നും അല്ലല്ലോ. അദ്ദേഹം എത്രയോ വർഷങ്ങളായി ഇവിടെ സിനിമാ രംഗത്ത് സജീവമായിട്ടുള്ളതാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വന്ന ചില സിനിമകളെ കണക്കെടുപ്പ് നടത്തിക്കഴിഞ്ഞാൽ ഈ ഒരു ഖ്യാതിയിൽ ഒരല്പം കോട്ടം തട്ടാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. ചില സിനിമകളുടെ പേര് ഞാൻ പറയാം, അതിൻ്റെ വിശേഷങ്ങളും ചെറിയ രീതിയിൽ അവതരിപ്പിക്കാം. മായാബസാർ, ഡബിൾസ്, ലവ് ഇൻ സിംഗപ്പൂർ, അച്ഛാ ദിൻ, ഡാഡി കൂൾ, തുറുപ്പുകുലാൻ, ഈ പട്ടണത്തിൽ ഭൂതം, മംഗ്ലീഷ്, ഇതെല്ലാം മെഗാസ്റ്റാർ നായകനായി കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തിയേറ്ററിലെത്തിയ ചില സിനിമകളിലെ പേരുകളാണ്. ലിസ്റ്റ് പൂർണ്ണമല്ല കേട്ടോ. ഈ സിനിമകളൊന്നും ഞാൻ ടി വിയിൽ വന്നിട്ട് കണ്ട സിനിമകളല്ല. ഒന്നുകിൽ റിലീസിങ് ഡേയിൽ അല്ലെങ്കിൽ 2-3 ദിവസത്തിനുള്ളിൽ തിയേറ്ററിൽ തന്നെ നമ്മൾ പണം മുടക്കി കണ്ട സിനിമകളാണ്. അപ്പോൾ എത്രത്തോളം നമുക്ക് ആത്മരോഷമുണ്ടാകും എന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമല്ലോ അല്ലേ. അത്രയ്ക്ക് ആനബോറൻ സിനിമകളാണ് ഞാനീ പറഞ്ഞവയെല്ലാം തന്നെ. അപ്പോൾ സ്ക്രിപ്റ്റ് സെൻസ് അദ്ദേഹത്തിന് പണ്ടുമുണ്ടായിരുന്നെങ്കിൽ ഇത്തരം സിനിമകളിൽ അദ്ദേഹം തലവെച്ച് കൊടുക്കുമായിരുന്നോ എന്നൊരു സംശയം നമുക്ക് സ്വാഭാവികമായിട്ടും മനസ്സിലുണ്ടാവും. പിന്നെ മമ്മൂട്ടി കമ്പനി എന്ന പ്രൊഡക്ഷൻ ഹൗസിലൂടെ ഇപ്പോൾ പുറത്തു വരുന്ന സിനിമകളെല്ലാം ഒരു പരിധിവരെ കലാപരമായിട്ട് സാമ്പത്തികമായിട്ട് വിജയിക്കുന്നുണ്ട്. ഒരു പരിധിവരെ എന്ന് ഞാൻ പറയും, പരിപൂർണമായിട്ട് ഞാനോട് യോജിക്കുന്നില്ല. പക്ഷേ ആ സിനിമകളെല്ലാം തന്നെ സംവിധാനം ചെയ്യുന്നത് പുതുമുഖങ്ങളാണ്. പുതുമുഖങ്ങളെ വളർത്തുന്നതിൽ അദ്ദേഹത്തിന് ഒരല്പം മിടുക്ക് കൂടുതലാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. പുതുമുഖങ്ങളെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഗിന്നസ് റെക്കോർഡ് എന്തെങ്കിലും ഉണ്ടെന്നാലും മമ്മൂട്ടിക്ക് അതിന് കിട്ടേണ്ട കാര്യവുമാണ്. അത് വളരെ മഹത്തരമായ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും ഒരു പ്രൊഡക്ഷൻ ഹൗസ് മമ്മൂട്ടി കമ്പനി എന്ന പേരിൽ തുടങ്ങുമ്പോൾ അദ്ദേഹത്തെ അദ്ദേഹമാക്കിയ ചില സിനിമാക്കാർ ഇവിടെ ഇപ്പോഴും ഉണ്ട്. ചില വലിയ സംവിധായകർ ഇപ്പോഴും ഉണ്ട്. അതിൽ പേരെടുത്ത് പറയാവുന്ന ചിലരുണ്ട്. ജോഷി, കെ മധു, ഷാജി കൈലാസ്, സിബി മലയിൽ, ഭദ്രൻ, അമൽ നീരത് തുടങ്ങിയ സംവിധായകരുടെ സിനിമകളും മമ്മൂട്ടി കമ്പനി എന്ന ബാനറിൻ്റെ കീഴിൽ വന്നാൽ എത്രത്തോളം മഹത്തരമായിരിക്കും, നമുക്ക് എത്രത്തോളം ആനന്ദദായകമായിരിക്കും അല്ലേ. അപ്പം അത്തരത്തിലുള്ള സിനിമകൾ കൂടി വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. നിർത്തുന്നു. താങ്ക് യു.